ഗുഡ് ആഫ്റ്റർനൂൺ. കാത്തിരുന്ന് വിഷമിച്ചോ? അല്ല, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, സോ ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാം ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കാം. സോ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇഫ് പെർസെൻറ്റേജ് മീൻസ് പ്ലസ്, ഹാഷ് മീൻസ് ഇൻറ്റു, അറ്റ് മീൻസ് മൈനസ്, ദെൻ ഫൈൻഡ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോയിട്ട് സോ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്കിതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തരത്തുള്ളൂ 8 + 4 × 3 ഡിവൈഡഡ് ബൈ 18 - 5 ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ച് നമ്മളങ്ങ് ചെയ്യും. സോ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബോർഡ് മാസ് റൂളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ല എങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തരുന്നതിന് പകരം ഇവർ കോഡ് ഭാഷയിലാണ് തന്നിരിക്കുന്നത്. 8 at 4%, 6 # 2 എന്നാണ് തന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം. എന്തായിട്ട്? സോ ഇവിടെ 8 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് അറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് എന്താ പോലെ മൈനസ് എന്നാണ്. സോ ഇവിടെ മൈനസ് ഇടണം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? പ്ലസ് ഉണ്ട്. ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു ആണ്. സോ നമ്മൾ ഇൻറ്റു ഇടണം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഇനി നമ്മൾ ചെയ്യണം. സോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ബോർഡ് മാസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇങ്ങനെ വരുമ്പം ആദ്യം ഏത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏത് ചെയ്യണം? സബ്ട്രാക്ഷനോ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ? ബി ബോർഡ് മാസ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? ബി BODMAS ഇങ്ങനെയല്ലേ പഠിക്കുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏത് ചെയ്യും? വിങ്കുലം ഉണ്ടോ എന്ന് നോക്കും, ഇല്ല. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ നമ്മൾ ആദ്യം ഇതാണ് ചെയ്യുക. സോ ഇതെന്താ? 12 അല്ലേ? സോ ഇവിടെ നിന്നുണ്ട് 8 - 4 + 12 എന്നാണ്. ഓക്കെ, ഇനി ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാൽ ചില കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് പറയാം. അതായത് ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ വി ബോർഡ് മാസ് നോക്കുമ്പം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ എന്നല്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 8 - 4 + 12 എന്നുള്ളപ്പം ഇവർ 8 എഴുതും, -4 എന്ന് എഴുതും. 8 എഴുതും, എന്നിട്ട് മൈനസ് ഇടും. 4 + 12 16 എന്ന് എഴുതി വെക്കും. ചില കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കാണിത്. ഓക്കെ, ഇതെന്താണ്? ഇത് മിസ്റ്റേക്കാണ്. ചിലത് ചിന്തിക്കുക എന്താണ്? ഇവിടെ 4 + 12 അല്ലേ, അപ്പോൾ അങ്ങനെ 16 എന്ന് എഴുതാമല്ലോ എന്ന് ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ 4ൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. 4ൻ്റെ സിമ്പൽ എന്താ? -4 ആണ്. മറ്റേ എന്താ? +12 ആണ്. ഓക്കെ, ഈ രണ്ട് നമ്പറിൻ്റെ സിമ്പിൾസ് ഡിഫറൻ്റ് ആണ്. ഇപ്പം ഇങ്ങനെയാണെന്ന് വെച്ചു 8 + 4 + 12 എന്നാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 8 + 16 എന്ന് എഴുതാം. കാരണം ഈ നമ്പറിൻ്റെയും സിമ്പിൾ സെയിം ആണ്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയാണെന്ന് വെച്ചു -4 - 12 ആണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -16 എന്ന് എഴുതാം. കാരണം രണ്ടിൻ്റെയും സിമ്പിൾ എന്താണ്? സെയിം ആണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? -4 + 12 എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നോക്കി, രണ്ട് നമ്പേഴ്സിൻ്റെ സൈൻ ഡിഫറൻ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ട് നമ്പറിൻ്റെയും വ്യത്യാസം എടുക്കുക. 4ൻ്റെയും 12ൻ്റെയും വ്യത്യാസം എന്താ? 8 അല്ലേ? എടുക്കുക. സോ ഇവിടെ 4 ആണോ 12 ആണോ വലിയ സംഖ്യ? 12 അല്ലേ? സോ 12ൻ്റെ സൈൻ എന്താണോ അത് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പം -3 + 5 എന്നുണ്ടെന്ന് വെച്ചു. ആൻസർ എന്താ? -3 + 5 ആൻസർ എന്താ? -3 + 5 7ഓ? എടാ, -3ഉം +5 എന്താ? +2 ആണ്. ഓക്കെ, +2 ആണ്. പക്ഷെ നമ്മൾ
പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്ലസ് നമ്മൾ എപ്പോഴും ഇടാറില്ല, മനസ്സിലായോ? ജസ്റ്റ് 2 എന്ന് എടുത്തോളൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമോ -5 + 3 എന്നാണെന്ന് വെച്ചു. അപ്പോൾ ആൻസർ എന്താ? നിങ്ങൾ മാത്സ് പഠിച്ചു കാണുമല്ലോ. -5 + 3 എന്നാണെങ്കിൽ ആൻസർ എന്താ? -2 ആണ്. മനസ്സിലായി? കാരണം നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, 2 നമ്പേഴ്സിൻ്റെ സൈൻസ് ഡിഫറൻ്റ് അല്ലേ? സോ അങ്ങനെ വരുമ്പം നിങ്ങൾ ആ നമ്പർ, ആ വാല്യൂവിൻ്റെ ഡിഫറൻസ് എടുക്കുക. 5ൻ്റെ 3ൻ്റെ ഡിഫറൻസ് എന്താ? 2 അല്ലേ? സോ 2. എന്നിട്ട് ഇവിടെ വലിയ നമ്പർ ഏതാ? 5 ആണോ 3 ആണോ? 5 ആണ്. സോ 5ൻ്റെ സൈൻ എന്താ? മൈനസ്. അത് വേണം ഇടാൻ. പിടി കിട്ടിയോ? സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 8 മൈനസ് നോക്കി 8 - 4 + 12 എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടി ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 - 4ഉം +12 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -4ഉം +12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -4ഉം +12ഉം +8 ആണ് കിട്ടുക. അപ്പോൾ ആൻസർ എന്താ? 16 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? 16 ആണ്. ഓക്കെ, അതുമല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. 8 - 4 + 12 എന്നല്ലേ? അപ്പോൾ നിങ്ങൾ അല്ലാതെ ചെയ്യാൻ കൺഫ്യൂഷൻ ആണെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമുക്ക് സബ്ട്രാക്ഷനും അഡീഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ, എന്താണ് സബ്ട്രാക്ഷനും അഡീഷനും മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലത്തിലെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. ഒന്നുകിൽ ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം അഡീഷൻ ചെയ്യാം. ആൻസർ തെറ്റില്ല, സെയിം തന്നെ വരികയുള്ളൂ. ഓക്കെ, ബോഡ്മാസ് റൂൾ പ്രകാരം പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അഡീഷൻ ചെയ്യണം, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം എന്നതാണ്. ഓക്കെ, ഞാൻ പറയുന്നു നിങ്ങൾക്ക് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ആ പ്രോബ്ലത്തിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. ഓക്കെ, സപ്പോസ് ഇവിടെ 8 - 4 ആദ്യം ചെയ്യുവാന്ന് വെച്ചു. അത്ര 4 ആയില്ലയോ? 4 + 12 എന്താ? 16 അല്ലേ? മനസ്സിലായോ? ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8 പോസിറ്റീവ് അല്ലേ? 12 പോസിറ്റീവ് അല്ലേ? ആണോ? 8 പോസിറ്റീവാണ്, 12 പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ടോടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 20 കിട്ടും. 20 ഈ -4 ചെയ്താലും 16 തന്നെയാണ് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ ആണോ? ഇത് മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നോക്കി, ഇത് നിങ്ങളുടെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ എ സിറ്റി ഫേസസ് ഫ്രീക്വൻറ്റ് പവർ കട്ട്സ്, വാട്ട് ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ്? ഓപ്ഷൻസ് ഓ മാൻ, ഇതിൻ്റെ ഓപ്ഷൻസ് ABCD. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കി, സിറ്റി ഫേസസ് ഫ്രീക്വൻറ്റ് പവർ കട്ട്സ്, അതായത് അടിക്കടിക്ക് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? പവർ കട്ട് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തിന് മുൻഗണന കൊടുക്കണം എന്നതാണ് ചോദ്യം. സോ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. പുതിയ പാർക്ക് പണിയണം, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പണിയണം, ഇംപ്രൂവ് ഇലക്ട്രിസിറ്റി സപ്ലൈ, അതായത് ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ കൂട്ടണം, ബിൽഡ് ഷോപ്പിംഗ് മാൾ. അപ്പോൾ ഇതിൽ ഏത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പവർ കട്ടാണ്. അപ്പോൾ നിങ്ങളാണ് ഇത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഇതിന് പവർ ഉള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇലക്ട്രിസിറ്റി സപ്ലൈ കൂട്ടാനല്ലേ നമ്മൾ നോക്കേണ്ടത്, ആണോ? സ്ട്രീറ്റ് ലൈറ്റ് കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കറണ്ട് ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കറണ്ട് ഇല്ല നമ്മൾ പാർക്ക് പുതിയത് പണിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സോ ഇതൊക്കെ നമ്മുടെ ബേസിക് നെസസിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ നോക്കി, ഇവിടെ ഞങ്ങൾക്ക് ഈ 3rd ക്വസ്റ്റ്യൻ. സോ ഇത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ആക്സസ് ടു ലേണിംഗ് ബട്ട് റേസസ് കൺസേൺസ് അബൌട്ട് സ്ക്രീൻ ടൈം ആൻഡ് ക്വാളിറ്റി. എക്സ്പേർട്ട് സജസ്റ്റ് റെഗുലേഷൻ ആൻഡ് മോണിറ്ററിങ്. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്.
സോ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇത് രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ കൺക്ലൂഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ, റെഗുലേഷൻ ഈസ് നെസസറി ഫോർ എഫക്റ്റീവ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ കൺക്ലൂഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഷുഡ് ബി സ്റ്റോപ്ഡ് കംപ്ലീറ്റ്ലി. അതായത് നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഓക്കെ, അതിൻ്റെ അതിന് 3 കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് ഈ 3 കൺക്ലൂഷനിൽ ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം. സോ നിങ്ങളത് ചിന്തിച്ചേ. നമ്മുടെ നോർമൽ സെനാരിയോ ആണ്. സോ അവിടെ നമ്മൾ പറഞ്ഞു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ആക്സസ് ടു ലേണിംഗ് ബട്ട് റേസസ് കൺസേൺ അബൌട്ട് സ്ക്രീൻ ടൈം ആൻഡ് ക്വാളിറ്റി. അതായത് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്തുണ്ട്? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലേ. സോ ഇവിടെ നിന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നു, എവിടെയോ ഇരിക്കുന്ന നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫിസിക്കലി ഇവിടെ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ എന്നാലും ഇപ്പോൾ 6 ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തുണ്ട്, ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഫിസിക്കൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ. അതതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇവർ പറയുന്നത് കൂടുതൽ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൂട്ടാൻ ഇത് സഹായിക്കും. പക്ഷേ കൺസേൺ ഉണ്ട്. എന്താണ്? സ്ക്രീൻ ടൈം ആൻഡ് ക്വാളിറ്റി എന്നുള്ളത്. നമ്മൾ ഈ ഓൺലൈൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഏതാണ്? ചിലർക്ക് ഓഫ്ലൈൻ ആയിരിക്കും. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ആയതുകൊണ്ട് കൂടുതലും ചിലർക്ക് ഓൺലൈൻ ആയിരിക്കും എഫക്റ്റ്. ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. ബട്ട് സ്റ്റിൽ അപ്പോൾ ക്വാളിറ്റി നല്ലത് കിട്ടുമോ എന്നുള്ള കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീനിൽ നോക്കിയിരിക്കണം. ഓക്കെ, ഒരുപാട് നേരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ആവും. സോ പ്രശ്നങ്ങളുണ്ടാവും. സോ ഇവിടെ പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയും ചെയ്യും, പക്ഷേ കൺസേൺ എന്താണ്? സ്ക്രീൻ ടൈമിൻ്റെയും ക്വാളിറ്റിയുടെയും കാര്യത്തിൽ അവർക്ക് കൺസേൺ ഉണ്ട്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ഇതിന് റെഗുലേഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ കൺക്ലൂഷൻ 1 പറഞ്ഞത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. 2, റെഗുലേഷൻ ഈസ് നെസസറി ഫോർ എഫക്റ്റീവ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. 3, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഷുഡ് ബി സ്റ്റോപ്ഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചിട്ട് നമുക്ക് 3 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതൊക്കെ ഫോളോ ചെയ്യും, ഏത് ഫോളോ ചെയ്യത്തില്ല? ബി സി ഫോളോ ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചിട്ട് ഈ പറഞ്ഞ കൺക്ലൂഷൻസ് ഏതാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ബി അല്ലേ? നോക്കി. അതായത് ഇവർ പറഞ്ഞ കൺക്ലൂഷൻ 1, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അത് സത്യമല്ലേ? 2, ഓൺലൈൻ റെഗുലേഷൻ ഈസ് നെസസറി ഫോർ എഫക്റ്റീവ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. എഫക്റ്റീവ് ഓൺലൈൻ എഡ്യൂക്കേഷൻ കിട്ടാൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ എഫക്റ്റീവ് ആകാൻ വേണ്ടി അവിടെ റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നതാണ് പറഞ്ഞത്, നിബന്ധനകൾ കൊണ്ടുവരണം എന്നതാണ് പറഞ്ഞത്. കറക്റ്റ് അല്ലേ? ഇനി 3 എന്താ പറഞ്ഞത്? ഓൺലൈൻ എഡ്യൂക്കേഷൻ ഷുഡ് ബി സ്റ്റോപ്ഡ് കംപ്ലീറ്റ്ലി. ഓൺലൈൻ എഡ്യൂക്കേഷൻ നിർത്തണം എന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണോ? അല്ലല്ലോ. റെഗുലേഷൻസ് കൊണ്ടുവരിക, പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് കിട്ടും. സോ ഈ സ്ക്രീൻ ടൈമിൻ്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ നിർത്തണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? സോ ഇതിനകത്ത് ശരിയായിട്ടുള്ള നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 1ഉം 2ഉം അല്ലേ? 1 and 2. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ദി ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ഇംഗ്ലീഷ്. ഇതെല്ലാം ഇത് സ്ട്രെയിറ്റ് എഴുതി വെച്ചേക്കാണല്ലോ. നോക്കി, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചില്ലായും. നിങ്ങളുടെ വേർഡ്സ് ഇതൊക്കെയാണ്. ഇതാണ് ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് വേർഡ്, സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ്, ഇത് ഫോർത്ത് വേർഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഡിക്ഷണറി തുറന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡിക്ഷണറി ഫസ്റ്റ് പേജ് എടുക്കും, സെക്കൻഡ് പേജ് എടുക്കും, തേർഡ് പേജ് എടുക്കും, ഇങ്ങനെ നമ്മൾ നോക്കിപ്പോകും. അങ്ങനെ നോക്കിപ്പോകുമ്പോൾ ഈ 4 വേർഡ്സിനകത്ത് ആദ്യം കാണുന്ന ഏത് വേർഡായിരിക്കും, സെക്കൻഡ് കാണുന്ന ഏതാണ്, തേർഡ് കാണുന്ന ഏതാണ്, ഫോർത്ത് കാണുന്ന ഏതാണ്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ആൻസർ പറയാൻ പറ്റുമോ?
ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പം ഈ എല്ലാ വേർഡ്സിൻ്റെയും സ്റ്റാർട്ടിങ് സി അല്ലേ, എല്ലാം സെയിം ആയിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആൽഫബറ്റ് നോക്കുക. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതെല്ലാം സി എ പി വരെ കോമൺ അല്ലേ, സി എ പി വരെ കോമൺ ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അടുത്തത് നോക്കുക. സോ ഇവിടെ പി ഉണ്ട്, ഇവിടെ ടി എന്ന് പറയുന്ന ആൽഫബറ്റാണ്, ഇവിടെയോ ഐ എന്ന് പറയുന്ന ആൽഫബറ്റാണ്, ഇവിടെയോ എ എന്ന് പറയുന്ന ആൽഫബറ്റാണ്, ഇവിടെയും എ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി, സോ ആദ്യം വരാൻ പോകുന്ന വേർഡ് ഏതാണ്? എ ആണോ, ടി ആണോ, ഐ ആണോ? എ അല്ലേ, ആദ്യം വരുന്ന ഏതാ? എ അല്ലേ. സോ ഇവർ രണ്ടിൽ ആരോ ആണ് ഒന്നാമത് വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, എ ഉണ്ട്, ടി ഉണ്ട്, ഐ ഉണ്ട്, അപ്പോൾ ലാസ്റ്റ് വരുന്ന ഏതായിരിക്കും? എ ആണോ, ടി ആണോ, ഐ ആണോ? ടി അല്ലേ, ആണല്ലോ. അപ്പോൾ ഈ 4 വേർഡ്സ് ലാസ്റ്റ് വരാൻ പോകുന്നത് ഉറപ്പായിട്ടും വേണ്ടി ഈ വേർഡായിരിക്കത്തില്ലേ, ഈ 1 എന്നുള്ള വേർഡായിരിക്കത്തില്ലേ ലാസ്റ്റ് വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനിൽ ലാസ്റ്റ് 1 വരുന്ന ഏതുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് 3 അല്ലേ, അപ്പോൾ ഇതല്ല. ഇത് 4 അല്ലേ, അപ്പോൾ ഇതുമല്ല. പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഫോക്കസ് ചെയ്യുക. ബിയുടെയും സിയുടെയും ഓപ്ഷനിൽ ഈ 4ാമത്തെ വേർഡ് ഏതാണോ അതാണ് ആദ്യം വന്നത്. അപ്പോൾ കേപ്പബിളാണ് ആദ്യം വന്നത്. അപ്പോൾ രണ്ടാമത് ഏത് വരണം ഉറപ്പായിട്ടും? കാരണം എ വെച്ച് 2 വേർഡ്സ് ഇവിടെ ഇല്ലേ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഇവനാണെന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ പിടികിട്ടി. അപ്പോൾ രണ്ടാമന് ഉറപ്പായിട്ടും എയുടെ തന്നെ വേണ്ടിയതായിരിക്കണം. അപ്പോൾ 4 വരണം, പിന്നെ 3 വരണം. അപ്പോൾ ഓപ്ഷൻ ഏതാ? ബി അല്ലേ. 4 3 2 1. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം ഇൻ ദിസ് സീരീസ് 3 11 27 51 ഡാഷ്. പെട്ടെന്ന് എളുപ്പമല്ലേ. 3 11 11 27 27 51. മൂന്ന് 11 11 27 27 51. നോക്കി മോനെ, 3 11 27 51 എന്താകുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അഡീഷൻ വെച്ച് ഇവിടെ ഒന്നുകിൽ അഡീഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാരണം കൂടി പോവാണ്. അപ്പോൾ ഇവിടെ നോക്കുന്നത് നമുക്ക് ഓക്കെ, ഇവിടെ വലിയ കൂടുതലല്ല. സോ നമുക്ക് അഡീഷൻ നോക്കാം. ഇവിടെ എത്ര കൂടി? 8 കൂടി. ഇവിടെ എത്ര കൂടി? 16 കൂടി. 27 30 21 24 24 കൂടി. അപ്പോൾ നോക്കി, സോ ഇവിടെ 8 കൂടി, 16 കൂടി, 24 കൂടി. സോ നെക്സ്റ്റ് എത്ര കൂടണം? 32 കൂടണ്ടേ? കാരണം 8ൻ്റെ നോക്ക്, 8 16 24 അടുത്ത 32 സോ 51 32 എത്ര? 83 അല്ലേ, ആണോ? സോ ഓപ്ഷൻ ഏതാ? എ ഓപ്ഷൻ. ക്ലിയർ അല്ലേ? 81 83. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇത് നമ്മൾ ഇംഗ്ലീഷ് സംഭവം തന്നെയാണ്. സോ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. സോ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഓർഡർ എന്താ വരിക? എ. ഓക്കെ, എളുപ്പമല്ലേ? നമ്മളിവിടെ നോക്കുമ്പം ഞാൻ ഇതാ പറഞ്ഞത്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും, റീസണിങ്ങിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ജസ്റ്റ് ഓപ്ഷനിലൂടെ കണ്ണോടിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പം ജസ്റ്റ് ഈ ഓപ്ഷൻ നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1 1 2 അപ്പോൾ ഒന്നാമത്തെ വേർഡ് 1 അല്ലെങ്കിൽ 2 ഉറപ്പാണ്. ഓക്കെ, ലാസ്റ്റ് എന്തായാലും നേട്ടം 4 വന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം ഇപ്പം ഓക്കെ, ഓരോ ക്വസ്റ്റിനും നമ്മുടെ പ്രാക്ടിക്കൽ എന്താ പറയുക, നമ്മുടെ ലോജിക്കാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാം, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് വന്നത് ഇപ്പോൾ 1 ആണെന്നിരിക്കട്ടെ, ഇതിനകത്ത് 2 ആണെന്നിരിക്കട്ടെ, ഇതിനകത്ത് 3 ആണെന്നിരിക്കട്ടെ, ഇതിനകത്ത് 4 ആണെന്നിരിക്കട്ടെ. ചുമ്മാ പറയാം. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്ന ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ നോക്കുമ്പം ഈ 4 ഓപ്ഷനകത്തും ലാസ്റ്റ് 1 ഡിഫറൻ്റ് ആണെന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്ന വേർഡ്സിൽ ഏറ്റവും അവസാനത്തെ വേർഡ് മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? കാരണം ഓപ്ഷൻസ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഓപ്ഷനിൽ 1 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വേർഡ് മാത്രം കണ്ടുപിടിച്ചാലും മതി, നമ്മുടെ ആൻസറായി. ഓക്കെ, പക്ഷേ ഞാനിവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പം 1 1 2 2 ആണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉണ്ട്, രണ്ടാമത്തെ ഉണ്ട്, 3 ഇത് 4. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന വേർഡ് ഏതാണെന്ന് നോക്കണം. നോക്കി, എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്താ? ടി ആർ എ അല്ലേ? സോ ടി ആർ എ കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ ഐ ആണ്, ഇവിടെ എന്താ എൻ ആണ്, ഇവിടെയും എൻ ആണ്, ഇവിടെയും എൻ ആണ്. സോ എൻ ആണോ ഐ ആണോ ഫസ്റ്റ് വരിക? ഐ അല്ലേ? അപ്പോൾ ആദ്യം വരുന്നത് എൻ്റെ ട്രെയിൻ എന്നുള്ള വേർഡാണ്. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് അപ്പോഴേ വെട്ടാം. ഇനി സെക്കൻഡ് നോക്കി, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ അതിലാരാണെന്ന് കണ്ടുപിടിച്ചാൽ ആൻസർ ആയല്ലോ. നോക്കും, ട്രാൻസ്ഫർ ഉണ്ട്, ട്രാൻസ്ലേറ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്. സോ ഇതിനകത്തെല്ലാം നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് ട്രാൻസ് ആണോ? സോ ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, എൽ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, പി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഏതാ? എൽ ആണോ എഫ് ആണോ പി ആണോ? എഫ് അല്ലേ? സോ എഫ് വരുന്നത് വേണ്ടി ഇതാണ്. സോ 1 കഴിഞ്ഞാൽ 2 എന്നാണ് പറയേണ്ടത്. സോ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത നോക്കി, ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം ഇൻ ദിസ് സീരീസ് 12 23 36 51. കണ്ടുപിടിച്ചേ. A. $68. നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സോ 12 23 സോ നമ്മൾ ഫസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, 12 × 2 = 24. അതിൽ നിന്ന് 1 കുറച്ചാൽ 23. ചിന്തിക്കാമല്ലോ. സോ ആ പാറ്റേൺ ഞാൻ ചിന്തിക്കുവാണെങ്കിൽ 23 × 2 46 ആണ്. പക്ഷെ ഇവിടെ 36 എന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 12 23 ആവുന്നത് എങ്ങനെയാണ്? 11 അല്ലേ കൂടുന്നത്? സോ 23 36 ആവുന്നത് എങ്ങനെയാണ്? 13 അല്ലേ കൂടിയത്? സോ 36 51 ഇതെങ്ങനെയാണ് കൂടുന്നത്? 15 അല്ലേ? ആണോ? സോ നെക്സ്റ്റ് എന്തായിരിക്കും? 11 കൂടി, 13 കൂടി, 15 കൂടി, 11 13 15. അടുത്തെന്താ? 17 കൂടണ്ടേ? സോ ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ അഡീഷൻ അല്ലേ? സോ 17 ആകുമ്പോൾ ആൻസർ എന്ത് വരും? 68 എന്നാണ് വരിക. സോ ഓപ്ഷൻ ഏതാ? 68. അടുത്ത നോക്കാം. ഓക്കെ, ഇതും നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് ചോദിക്കുകയാണ്. ഓക്കെ, എത്രാം ദിവസം ഇത്? എത്ര ക്വസ്റ്റ്യൻ നോക്ക്. എ കസ്റ്റമർ കംപ്ലൈൻസ് അബൌട്ട് ഫോൾട്ടി പ്രോഡക്റ്റ്. ഒരു ഫോൾട്ടി പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്. സോ അങ്ങനെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ് ഏതായിരിക്കും എന്നതാണ് ചോദ്യം. ഇഗ്നോർ ദി കസ്റ്റമർ, ആർഗ്യൂ വിത്ത് കസ്റ്റമർ, റീപ്ലേസ് ഓർ റീഫണ്ട് ആഫ്റ്റർ ചെക്കിംഗ്, ബ്ലെയിം സപ്ലയർ.
എന്താ ചെയ്യണ്ടേ? കസ്റ്റമറിനെ തെറി വിളിക്കണം ഇല്ലയോ? ഇവിടെ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ കസ്റ്റമറിനെ തെറി വിളിക്കണ്ടേ നമ്മൾ? വേണ്ടേ? വേണോ? നമ്മൾ അതിൻ്റെ കൂമ്പ് പിടിച്ച് കലക്കും. നോക്കിവിടെ ഇവിടെ എന്താ വേണ്ടേ? സോ ലോജിക്കലി തെറി വിളിക്കുമെങ്കിലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ചുമ്മാ നോക്ക്. അതായത് ഇവിടെ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ഫോൾട്ടി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ കംപ്ലയിൻറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആ കസ്റ്റമർ പോയിട്ട് വേറെ കുറേ ആളുകളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ഉറപ്പല്ലേ? അപ്പോൾ ഇഗ്നോർ കംപ്ലയിൻറ്റ് പാടില്ല. ആർഗ്യൂ വിത്ത് ദി കസ്റ്റമറുമായിട്ട് തർക്കിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കേട്ടിട്ട് അതിന് സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ആർഗ്യൂ ചെയ്യാൻ പാടില്ല. പിന്നെ റീപ്ലേസ് ഓർ റീഫണ്ട് ആഫ്റ്റർ ചെക്കിങ്. പിന്നെ ബ്ലെയിം സപ്ലയർ. നമ്മുടെ സപ്ലയറിനെ മേലെ നമ്മൾ പഴി ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്നത് റീഫണ്ട് ചെയ്യുക, അതിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് റീപ്ലേസ് ചെയ്യാൻ പറ്റുക. അതിന് കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഫോൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇതെല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കി. വിച്ച് വേർഡ് കനോട്ട് ബി ഫോംഡ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള വേർഡുണ്ട്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റാത്ത വേർഡ് ഏതുണ്ടെന്നാണ് ചോദ്യം. ഏതുണ്ട്? പാർട്ട് പറ്റുമോ? ഡി മെച്യൂർ. കാരണം എന്താ? എം ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, യു ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ നമുക്ക് മെച്യൂർ മേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതാണ് മേക്ക് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത് നോക്കി. ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം ഇൻ ദിസ് സീരീസ്. എ, ഡി, എച്ച്, എം. സി. പണി നോക്കി. എ ഡി എച്ച് എം അല്ലേ? എ എങ്ങനെ ഡി ആവുന്നേ? ബി സി ഡി ആണ്. ഡി എങ്ങനെ എച്ച് ആവുന്നേ? ഇ എഫ് ജി എച്ച് ആണ്, +4 ആണ്. എച്ച് എങ്ങനെ എം ആവുന്നേ? ഐ ജെ കെ എൽ എം ആണ്, +5 ആണ്. സോ അടുത്തെന്താ? +3 +4 +5 ആണെങ്കിൽ അടുത്ത ഒബ്വിയസ്ലി +6 അല്ലേ? എം 13 ആണ്, +6 19 വരും. സോ 19 ഏതാ ഓപ്ഷൻ? എസ് അല്ലേ? മനസ്സിലായോ? ഓപ്ഷൻ ഏതാണ്? എസ് ആണ്. ഇവിടെ നോക്കി. ഇവിടെ ഇഫ് ബയോളജിക്കൽ ഈസ് കോഡഡ് ആസ് CJP MP HJ DBM and sociological is coded as TP DJ PM PH JDBM, then what is the code for psychological? സോ ഇതിൻ്റെ കോഡായിട്ട് വേണ്ടി ഇത് പറഞ്ഞു. സോ ഇതിൻ്റെ കോഡായിട്ട് വേണ്ടി ഇത് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി. BZIJ. എളുപ്പമല്ലേ? പെട്ടെന്ന് നോക്കി പെടപ്പെടാ നോക്കി പറ. സി. നോക്കി മോനെ, ഇവിടെ നമ്മൾ ബയോളജിക്കലും CJP അതിൻ്റെ കോഡും തമ്മിൽ നമ്മൾ നോക്കുമ്പം നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇവിടെ ബിക്ക് കോഡായിട്ട് കൊടുത്തത് എന്താ? ഇവിടെ സി അല്ലേ? സോ ബി എങ്ങനെയാണ് സി ആവുന്നത്? +1 അല്ലേ? സോ ഐ എന്നുള്ളത് ഇവിടെ ജെ ഐ എങ്ങനെ ജെ ആവുന്നത്? +1 അല്ലേ? ഒ എന്നുള്ളത് ഇവിടെ PI എന്താ?
+1 അല്ലേ? ആണോ? നമ്മൾ അടുത്ത നോക്കുക. L എന്നുള്ള എന്തായി? MI +1 അല്ലേ? സോ O എന്നുള്ള എന്തായി? PI +1 അല്ലേ? അപ്പോൾ നോക്കുക, L എന്നുള്ള ഇവിടെ +1 ചെയ്യുമ്പോഴല്ലേ M കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ +1 ആണ് ചെയ്തത്. സോ നിങ്ങൾ സോഷ്യോളജിക്കൽ നോക്കിയോ, എസിൻ്റെ കൂടെ +1 കൂട്ടുമ്പോഴല്ലേ നമുക്ക് T കിട്ടുന്നത്, ഒൻ്റെ കൂടെ +1 കൂട്ടുമ്പോഴല്ലോ P കിട്ടുന്നത്, സീൻ്റെ കൂടെ +1 കൂട്ടുമ്പോഴല്ലേ D കിട്ടുന്നത്. നോക്ക്, കൺഫേം ചെയ്യുക. എല്ലിൻ്റെ കൂടെ +1 കൂട്ടുമ്പോഴല്ലേ M കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ +1 ആണ് ചെയ്തത്. അപ്പോൾ സൈക്കോളജിക്കലിൻ്റെ കൂടെ എന്ത് ചെയ്യുക? +1 ചെയ്താൽ മതി. സോ P+1 എന്താ? Q ആണ്. പക്ഷേ എല്ലാത്തിനകത്തും Q തന്നെ. സോ അടുത്ത് നോക്കുക, S+1 എന്താ? T. അപ്പോൾ QT എന്ന് പറഞ്ഞാൽ സോ ഈ ഓപ്ഷൻ വെട്ടാം, ബാക്കിയെല്ലാം QT ആണ്. നോക്കി, ഇവിടെ ഓപ്ഷൻ നോക്കുമ്പം QTZDIP, QTZDIP, QTZDIP ഇത്രയും സെയിം ആണ്. ആണോ? അടുത്ത നോക്കുമ്പോൾ MB സെയിം ആണ്, MB സെയിം ആണ്, MB സെയിം ആണ്. അപ്പോൾ നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാം. നോക്കി, 1 2 3 4 5 6 7 8 9ാമത്തെ ആൽഫബറ്റ് നോക്കാം. 1 2 3 4 5 6 7 8 9ാമത്തെ. സോ G+1 എന്താ? H അല്ലേ? സോ P കഴിഞ്ഞിട്ട് H പറഞ്ഞു, ഇവിടെ G ആണ് വന്നത്. അപ്പോൾ ഇത് വെട്ടാമല്ലോ. ഇവിടെ H കഴിഞ്ഞിട്ട് J ഉണ്ട്, H കഴിഞ്ഞിട്ട് J ഉണ്ട്. അടുത്തത് നോക്കുക, ലാസ്റ്റിന് 3ാമത്തെ ആൽഫബറ്റ് ചെക്ക് ചെയ്താൽ മതി. സോ ലാസ്റ്റ് 3ാമത്തെ C അല്ലേ? C+1 എന്താ? D വരണം. സോ ലാസ്റ്റ് ഇത് 3ാമത്തെ D വരണം. സോ ഇവിടെ D ആണ്, ഇവിടെ C ആണ്. അപ്പോൾ ഇത് നടക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓരോന്ന് എഴുതി വെച്ച് കണ്ടുപിടിച്ച് പോകാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ എയും ബിയും എയും സിയും എയും സിയും ഡിയും ഇതാണ്ട് ഈ പകുതി വരെയും സെയിം ആണ് ഓപ്ഷൻസ്. അപ്പോൾ അത്രയും നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കി വരുവാണെങ്കിൽ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓപ്ഷൻ അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ എല്ലാം സെയിം ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, വിട്ടേക്കുക. അതിന് ശേഷമുള്ളത് കമ്പയർ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? എ ഓപ്ഷൻ. ഒന്നുമില്ല, ഇവിടെയുള്ള എല്ലാ ആൽഫബറ്റിൻ്റെയും കൂടെ +1 കൂട്ടി അങ്ങ് എഴുതുക, തീർന്നു. ഓക്കെ, WX എന്നുള്ളത് UV എന്നായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ST എന്നുള്ളത് എന്താകും എന്നതാണ് ചോദ്യം. WX എന്നുള്ളത് ഇത് അനലോജിയാണ്. സോ WX എന്നുള്ളത് UV ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ST എന്നുള്ളത് എന്താകും എന്നതാണ് ചോദ്യം. നോക്കുക, WX എന്നുള്ളത് നമുക്ക് എന്തായി? UV ആയിട്ടുണ്ട്. സോ നമ്മൾ നോക്കാം W എങ്ങനെ U ആയി എന്ന് നമുക്ക് നോക്കാം. W എങ്ങനെ U ആവുന്നേ? -2 അല്ലേ? -2 അല്ലേ? കാരണം W മുന്നേ ആണ് U ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? W നിന്ന് Uവിലേക്ക് പോകാൻ പാടാണെങ്കിൽ Uവിൽ നിന്ന് Wയിലേക്ക് പോകും. നമ്മൾ പഠിച്ചതല്ലേ? U കഴിഞ്ഞിട്ട് VW ആണ്, +2 ആണ്. UW എന്നാൽ +2 ആണ്. അപ്പോൾ WU എന്താ? -2 ആണ്. അപ്പോൾ XV നോക്കി, XV എന്ന് പറയാൽ അതും എന്താ? ബാക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിയിൽ നിന്ന് Xയിലേക്ക് പോകും. WX എന്താ? അപ്പോൾ അതും -2 ആണ്. അപ്പോൾ ഒന്നുമില്ല, -2 ചെയ്താൽ മതി. സോ ST എന്നുണ്ട്. സോ ഇതിൻ്റെ -2 ചെയ്യുമ്പോൾ S-2 എന്താണ്? Q അല്ലേ? അപ്പോൾ Qവിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ Qവിൽ സ്റ്റാർട്ട് ചെയ്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ C എന്തായാലും വേണ്ട. സോ T-2 ചെയ്യണം. എന്താ വരിക? 6 അല്ലേ? ആണോ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ത് പറഞ്ഞണം? ST, സോറി QR. ഏത് ഓപ്ഷൻ? D ഓപ്ഷൻ. D ഓപ്ഷൻ. ഓക്കെ, നോക്കി. In a line of 50 students, Reena is 20th from left and Tina is 15th from right. How many students are between them? ഇതെന്താ? റാങ്കിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ? സോ റാങ്കിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പം ചെയ്തിട്ട് വേണം.
ക്വസ്റ്റ്യൻ പറയുന്നത് ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. അതിൽ റീന എന്ന് പറയുന്ന കുട്ടി ലെഫ്റ്റിൽ നിന്ന് 20ആണ്. ടീന എന്ന് പറയുന്ന കുട്ടി റൈറ്റിൽ നിന്ന് 15ആണ്. ഓക്കെ, ഇത് ലെഫ്റ്റിൽ നിന്ന് 20ഉം ഇത് റൈറ്റിൽ നിന്ന് 15ഉം എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ബിറ്റ്വീൻ ദം? സോ അതായത് ഇവിടെ ഇങ്ങനെ ആടെ കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, മൊത്തം എത്തോണ്ട് 50 കുട്ടികൾ ഇരിക്കുക. സോ ഇതാണ് റീന എന്ന് വെച്ചു, ഇതാണ് ടീന എന്ന് വെച്ചു. സോ ഇവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം. ഇവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്നതാണ് ചോദ്യം. കണ്ടുപിടി. 15 15. യെസ്. സിമ്പിൾ ലോജിക്ക് ആലോചിക്കുക. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ചുമ്മാ ലോജിക്ക് ആലോചിക്കുക, ആൻസർ പറയാം. ചുമ്മാ ലോജിക്ക് ആലോചിക്കുക. ഈ റീന എന്ന് പറയുന്ന ആൾ ലെഫ്റ്റിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ഇതാണ് ലെഫ്റ്റ്. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 15ആണ്. ടീന എന്ന് പറയുന്ന ആൾ റൈറ്റ് സൈഡിൽ നിന്ന്, സോറി റീന എത്ര 20ആണ്. ടീന റൈറ്റിൽ നിന്ന് 15ആണ്. സോ ഇവർക്കിടയിൽ എത്ര പേര് കാണും എന്നതാണ് ചോദ്യം. മൊത്തം 50 പേരുണ്ട്. സോ സിമ്പിൾ ലോജിക്ക് ആലോചിക്കുക. നിങ്ങൾ കണക്കൊന്നും വേണ്ട, ഇക്വേഷൻ വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ ലോജിക്ക് ആലോചിച്ച് നോക്കുക. മൊത്തം 50 കസേര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. സോ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ എണ്ണി വന്നപ്പോൾ റീന 20ാമത്തെ കസേരയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ റൈറ്റിൽ നിന്ന് എണ്ണി വന്നപ്പോൾ ടീന 15ാമത്തെ കസേരയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റീനയുടെയും ടീനയുടെയും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. പതിനഞ്ച്. ഇവിടെ എളുപ്പമല്ല ലോജിക്ക്. നിങ്ങൾ ചുമ്മാ ലോജിക്ക് ആലോചിക്കുക. നോക്കുക, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് പോവാണ്. മൊത്തം എത്ര കസേര കാണും? 50 കസേര ഉണ്ടല്ലോ. സോ അതിനകത്ത് ഓരോ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആണേ. സോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് വന്നപ്പോൾ റീന ഇരിക്കുന്ന കസേരയുടെ എണ്ണം എത്രാമതാ? 20ാമതല്ലേ? ആണോ? ഫ്രം ദി ലെഫ്റ്റിൽ നിന്ന് 20ആണ്. അപ്പോൾ റീന ഇരിക്കുന്ന കസേര 20ാമത്തെ കസേരയാണ്. ഇനി റൈറ്റിൽ നിന്ന് ഞാൻ 1, 2, 3 ഇങ്ങനെ എണ്ണി വന്നപ്പോൾ ടീന ഇരിക്കുന്നത് റൈറ്റിൽ നിന്ന് 15ാമത്തെ കസേരയിലാണ്. ആണോ ഇല്ലയോ? അത്ര ഉറപ്പല്ലേ? ഡൗട്ടില്ലല്ലോ. സോ ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ റീന ഇരിക്കുന്ന 20ാമത്തെ കസേരയാണ്. അപ്പോൾ 20 കസേര അങ്ങ് പോട്ടെ. ഈ ടീന ഇരിക്കുന്ന റൈറ്റിൽ നിന്ന് 15ാമത്തെ കസേരയിലാണോ? അപ്പോൾ ഈ 15 കസേര അങ്ങ് പോട്ടെ. അപ്പോൾ ഈ 20 കസേരയും പോയി, ഈ 15 കസേരയും പോയി. ബാക്കിയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ളതല്ലേ. സോ ഈ 15ഉം ഈ 20ഉം കൂടെ പോകുമ്പോൾ എത്രയായി? 35 കസേരകൾ അങ്ങ് പോയോ? മൊത്തം 50 പേരാണ്. സോ ബാക്കിയുള്ള 15 ആളുകളല്ലയോ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ലോജിക്ക് പോയേ, ഇത് അല്ലാതെ ഇക്വേഷൻ ഒന്നും ഇടണ്ടല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മൊത്തം 50 പേരുണ്ട്. സോ ഞാൻ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്തപ്പോൾ റീന ഇരിക്കുന്ന 20ാമത്തെ കസേരയിലാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 20ാമത്തെ കസേരയിൽ റീന ഇരിക്കുകയാണ്. അപ്പോൾ 20 കസേര അങ്ങോട്ട് മാറ്റുക. ഇനി ബാക്കി അങ്ങോട്ട് 35 കസേര കിടപ്പുണ്ടല്ലോ. സോ അതിൽ റൈറ്റിൽ നിന്ന് 15ാമത്തെ കസേരയിലാണ് ആയിരിക്കുന്നത്? ടീന ഇരിക്കുന്നത്. അപ്പോൾ ആ 15 കസേരയും പോയാൽ ബാക്കി നടുവിലുള്ളതല്ലേ ഇവരുടെ ഇടയിലുള്ള ആളുകൾ. എടീ പറഞ്ഞ ലോജിക്ക് പിടികിട്ടി. ആ ഒന്നുകൂടെ പറയണം. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
ക്ലിയർ? ഓക്കെ, അടുത്ത ദിവസം നോക്കി 182764 ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ആൻസർ വേണം, നോക്കി ആൻസർ പറയണം. എന്തുകൊണ്ടാണ്? ബി. എടാ ഈ ക്വസ്റ്റ്യൻ ഇത്രയും ടൈം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ക്യൂബ്സും നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. അതായത് ഇപ്പം 2ൻ്റെ ക്യൂബ് 8 ആണ്. സോ അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ. 8 എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ് ഓക്കെ 8 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ ക്യൂബാണ്. തിരിച്ചും പഠിക്കണം. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് 1 ഉണ്ട്, 8 ഉണ്ട്, 27 ഉണ്ട്, 64 ഉണ്ട്. സോ ഇങ്ങനെ നമ്പേഴ്സ് കാണുമ്പോഴേ പിടികിട്ടണം ഇതെല്ലാം എന്താ? പെർഫെക്റ്റ് ക്യൂബാണ്. എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്. സോ 1ൻ്റെ ക്യൂബാണ് 1, 2ൻ്റെ ക്യൂബാണ് 8, 3ൻ്റെ ക്യൂബാണ് 27, 4ൻ്റെ ക്യൂബാണ് 64. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 5ൻ്റെ ക്യൂബ് അല്ലേ? സോ 5ൻ്റെ ക്യൂബ് എന്താ? 125 ആണ്. സോ ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ. മനസ്സിലായോ? ഓപ്ഷൻ ഏതാ? ബി. 5ൻ്റെ ക്യൂബ് എന്താ? 125 ആണ്. ഓക്കെ, സോ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഷുഡ് മൊബൈൽ ഫോൺസ് ബി ബാൻഡ് ഇൻ സ്കൂൾസ്. അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് യെസ് ദേ ഡിസ്ട്രാക്ട് സ്റ്റുഡൻസ്. അത് ഇപ്പോൾ അയാൾ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. മൊബൈൽ ഫോൺസ് സ്കൂളിൽ ബാൻ ചെയ്യണോ എന്ന് ചോദിക്കുക. അപ്പം പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. സോ അതിനകത്ത് ആദ്യത്തെ ആൾ പറഞ്ഞു അതെ ബാൻ ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് സ്റ്റുഡൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യും. സോ രണ്ടാമത്തെ ആൾ പറഞ്ഞു നോ വേണ്ട, ഇവർക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്, ആർഗ്യുമെൻറ്റ്സ് ഏതാണ് എന്നാണ് ചോദ്യം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മുകളിൽ തന്നിട്ടുണ്ട്. സോ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണെന്ന്. ഓഹ് യെസ് ദ ഡിസ്ട്രാക്ട് സ്റ്റുഡൻസ്. എടാ നീ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ ആയുഷേ? ഉണ്ട്. നിനക്ക് ഡിസ്ട്രാക്ഷൻ തോന്നാറുണ്ടോ? എടാ മൊബൈൽ നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? പോട്ടെ, സമയമില്ല. നോക്ക്. അതായത് ഇവിടെ നമുക്ക് വേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഉണ്ട്, അപ്പോൾ മൊബൈൽ മാറ്റി വെക്കണം. നോക്ക്, ഷുഡ് മൊബൈൽ ഫോൺസ് ബി ബാൻഡ് ഇൻ സ്കൂൾ. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. മൊബൈൽ ഫോൺസ് നമ്മൾ സ്കൂളിൽ ബാൻ ചെയ്യണോ വേണ്ടായോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഈ ക്ലാസ്സിൽ ഇപ്പോൾ 22 പേരുണ്ട്. സോ നിങ്ങളുടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായങ്ങൾ വ്യത്യാസമല്ലേ? അല്ലാതെ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കുമോ? അല്ല. അപ്പോൾ അതിനകത്ത് ചില ആളുകൾ പറയും, എന്ത് പറയും? യെസ് ബാൻ ചെയ്യണം. കാരണം എന്താ? കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സത്യമല്ലേ? അല്ലേ? ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ മൊബൈലായിട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൊബൈൽ നോക്കിയിരിക്കും. അപ്പോൾ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. അത് സ്ട്രോങ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2, ബാൻ ചെയ്യണ്ട. കാരണം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ആയാലും കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉള്ളത് നല്ലതാണ്. അതും ഒരു സ്ട്രോങ് ആർഗ്യുമെൻറ്റ് തന്നെയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഈ രണ്ടും എന്താണ്? സ്ട്രോങ് ആർഗ്യുമെൻറ്റ്സ് ആണ് അല്ലേ? കുട്ടികളല്ലേ, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസീസ് വന്നു, സ്കൂളിൽ പോകുന്ന വഴിക്കായിരിക്കും, സ്കൂളിൽ തന്നെ ആവണമെന്നില്ല. സോ സ്കൂളിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചായാലും എന്തെങ്കിലും എമർജൻസി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി. സോ അവർക്ക് പെട്ടെന്ന് അവർക്ക് വിശ്വാസമുള്ള ആളുകളെ വിളിച്ച് അറിയിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് അല്ലേ? സോ ബോത്ത് സ്ട്രോങ് ആണ്. ഇവിടെ നോക്കി, ഫിസിക്സ് ഈസ് കോഡഡ് ആസ് QIZTJDT. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സോ കെമിസ്ട്രി എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദ്യം.
സോ നമ്മൾ ആദ്യം ഉണ്ട് ഫിസിക്സിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ കെമിസ്ട്രീനെ എങ്ങനെ ആക്കാം എന്നതാണ് ചോദ്യം. ഓക്കെ, ഫിസിക്സിനകത്ത് പി എന്നുള്ളത് ക്യൂ ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. +1 അല്ലേ, എച്ച് എന്നുള്ളത് +1 അല്ലേ, വൈ എന്നുള്ളത് +1 അല്ലേ, എസ് എന്നുള്ളത് +1 അല്ലേ, ഐ എന്നുള്ളത് +1 അല്ലേ, സി എന്നുള്ളത് +1 അല്ലേ, എസ് എന്നുള്ളത് +1. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനല്ലോ, എല്ലാം എന്താ +1 +1 +1 +1. സോ ആൻസർ പറ. C+1 എന്താ മോനെ, ഡി അല്ലേ, H+1 എന്താ മോനെ, ഐ അല്ലേ, E+1 എന്താ മോനെ, എഫ് അല്ലേ. സോ DIF എന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ DIF. സോ ഈ ഓപ്ഷൻ പെട്ടാം. സോ ബാക്കിയോടെ നോക്കുക. എം കഴിഞ്ഞിട്ട് എന്ത് വരണം, N വരണം, ഐ കഴിഞ്ഞിട്ടോ ജെ വരണം, എസ് കഴിഞ്ഞിട്ടോ ടി വരണം. സോ NJT എന്ന് വരണം. NJT ഇവിടെ MJT ആണ്, അപ്പോൾ അത് വരില്ല. ടി കഴിഞ്ഞിട്ട് പിന്നെന്താ, യു അല്ലേ, ആണോ? സോ ടി ആൻഡ് യു വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ, ഇതല്ലേ ഉള്ളൂ. സോ ആൻസർ ഏതാ, എ ഓപ്ഷൻ. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം ഇൻ ദിസ് സീരീസ്. സോ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ, റിവേഴ്സ് ഓർഡർ അല്ലേ. ZVRN ഡാഷ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇപ്പോൾ ഇസഡിൽ നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്, ചുമ്മാ കൗണ്ട് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നോക്കി ഇവിടെ എഴുതി വെച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് കൗണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇസഡിൽ നിന്ന് വിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പാടല്ല, എന്നാലും ഇസഡിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വിയിൽ നിന്ന് ഇസഡിലേക്ക് പോകും. വി കണ്ട് WXY Z അല്ലേ, വിയിൽ നിന്ന് ഇസഡിലേക്ക് പോകണമെങ്കിൽ +4 ആണ്. അപ്പോൾ ഇസഡിൽ നിന്ന് വിയിലേക്ക് പോകണമെങ്കിൽ -4 ആണ്. സോ VRI തിരിച്ചു കൊണ്ടി STUV -4 ആണ്. ഇതോ -4 എന്നല്ലേ, NOPQR -4. അപ്പോൾ ഉറപ്പായിട്ട് ഇനി നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇനി ഇവിടുന്ന് -4 കൗണ്ട് ചെയ്യണം, ആണോ? സോ -4 കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക മോനെ, N എന്ന് പറയാം എത്രാമത്തെ ആൽഫബറ്റാ, 14ാമത്തെ ആൽഫബറ്റാ. സോ 14ൽ നിന്ന് 4 പോയാൽ എത്രയാ, 10 അല്ലേ. സോ 10ാമത്തെ ആൽഫബറ്റ് ഏതാ, ജെ. അങ്ങനെ കണ്ടുപിടിക്കാം. എനിക്ക് പൊസിഷൻ നമ്പേഴ്സ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതിയിടുക, കൗണ്ട് ചെയ്യാം. സോ എന്നിൽ നിന്ന് 4 കുറയേണ്ടത് നമുക്ക് പിടികിട്ടി. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബുദ്ധി ആലോചിക്കാം. ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ M എടുക്കുകയെന്ന് വെച്ചു. സോ എമ്മിൻ്റെ കൂടെ 4 കൂട്ടിയാൽ N കിട്ടുമെന്ന് നോക്കുക, കിട്ടത്തില്ലല്ലോ, അപ്പോൾ ഇത് വെട്ടാം. സോ എല്ലിൻ്റെ കൂടെ 4 കൂട്ടിയാൽ N കിട്ടുമെന്ന് നോക്കുക, കിട്ടത്തില്ലല്ലോ, വെട്ടാം. കെയിൻ്റെ കൂടെ 4 കൂട്ടിയാലോ, ഇല്ല. ജെയിൻ്റെ കൂടെ 4 കൂട്ടിയാൽ N കിട്ടും. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ ഏതാണ്, എ ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻറ്റ് നിങ്ങൾ തന്നെ ആകാം. റോഡ്സ് ആർ ഡാമേജ് ഡ്യൂ ടു ഹെവി റെയിൻസ്. ആക്ഷൻ, അതായത് നമ്മുടെ ഭയങ്കരമായ മഴ കാരണം നാട്ടിലെ റോഡെല്ലാം ഡാമേജ് ആയി. സോ അതിന് ആക്ഷൻസ് എന്തെടുക്കണം എന്നതാണ് ചോദ്യം. പെർമനൻ്റ് ആയിട്ട് ട്രാഫിക് ബ്ലോക്ക് ചെയ്യണമെന്നതാണോ നമ്മുടെ നാട്ടിൽ? അതാണ് നടക്കുന്നത്. പക്ഷെ അതാണോ സൊല്യൂഷൻ? അല്ല. സോ ഇത് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് റോഡ് റിപ്പയർ ചെയ്യണം. സോ ഓപ്ഷൻ ഏതാ, എ ആണ് വരിക. നോക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. D 20. നോക്കി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 30 ബുക്കുകൾ മൊത്തം ഉണ്ട്. എത്ര ഉണ്ട്? അപ്പോൾ കുറേ ബുക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മൊത്തം എത്ര ബുക്കുണ്ട്?
30 ബുക്കുകളുണ്ട്. നമ്മൾ ലെഫ്റ്റിൽ, ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ 11th ബുക്ക് ഫ്രം ദി ലെഫ്റ്റ്. സോ ഇതാണ് 11th ബുക്ക് എന്നിരിക്കട്ടെ, ലെഫ്റ്റിൽ നിന്ന് 11th ബുക്ക് എന്നിരിക്കട്ടെ. സോ ഇതിനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇത് എത്രാമതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ചുമ്മാ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇത് 11ാമത്തെ ബുക്കാണെങ്കിൽ ഇവന് ശേഷം ഇവിടെ എത്ര ബുക്ക് കാണും? മൊത്തം 30 ബുക്കല്ലേ. സോ ഇവൻ 11ാമത്തെ ആണെങ്കിൽ ഇവന് ശേഷം ഇവിടെ 19 ബുക്സ് കാണുമോ? അപ്പോൾ ഞാൻ റൈറ്റിൽ നിന്ന് ഇങ്ങനെ എണ്ണി വരുമ്പോൾ 19 ബുക്ക് കഴിഞ്ഞ് അടുത്തതല്ലേ ഏതേണ്ടി ഇവൻ ആണോ? അപ്പോൾ ഇവൻ എത്രാമത്തെ ബുക്കായിരിക്കും? 20ാമത്തെ ആയിരിക്കത്തില്ലേ? പിടികിട്ടിയോ? ക്ലിയർ ആണോ? അതുമല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങൾ ഇക്വേഷനാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം 30 ബുക്കല്ലേ, മൊത്തം 30 ബുക്കാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം വെച്ചാൽ മതി. നമ്മൾ തമ്മിൽ ABCD രാവിലെ പഠിച്ചതിൻ്റെ കൂട്ട് ഇതിപ്പോൾ 1ാമത്തെ ബുക്കാണ്. ഞാൻ റിവേഴ്സിൽ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് എത്രാമത്തെ ബുക്കാണ്? 30ാമത്തെ ബുക്കാണ്. ഇത് 1ാമത്തെ ബുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് 30. രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ ഇത് 2ാമത്തെയാണ്, റൈറ്റിൽ നിന്നോ 29ആണ്. സോ ഇതിൻ്റെ സം എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 31 കിട്ടണം എപ്പോഴും, ആണോ? സോ അങ്ങനെയാണെങ്കിൽ ഇത് ലെഫ്റ്റിൽ നിന്ന് 11 ആണെങ്കിൽ സോ ഇവിടെ വരുന്ന നമ്പറോട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 31 കിട്ടണം. സോ 11ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 31 കിട്ടുക? 20 അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? 20. ഓക്കെ, ഇത് കണ്ടുപിടിച്ചേ. നോക്ക് മോനെ, AB എന്നുള്ളത് BC എന്നായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ CD എന്നുള്ളത് എന്താകും എന്നതാണ് ചോദ്യം. നോക്കി, Aൻ്റെ കൂടെ +1 കൂട്ടിയപ്പോൾ B കിട്ടി, Bൻ്റെ കൂടെ +1 കൂട്ടിയപ്പോൾ C കിട്ടി. അപ്പോൾ ഈ രണ്ട് ആൽഫയുടെ കൂടെ +1 കൂട്ടി എഴുതിയാൽ പോരെ. അപ്പോൾ C+1 എന്താ മോനെ? D. അപ്പോൾ D+1 എന്താ മോനെ? E. സോ ഓപ്ഷൻ ഏതാ? ഇതും നിങ്ങൾക്ക് സിറ്റുവേഷൻ തന്നേക്കാണ്. എ വർക്കർ ഹാസ് എ ഡെഡ് ലൈൻ ടുമോറോ ബട്ട് ലാക്സ് സം ഡാറ്റ. വാട്ട് ഷുഡ് ഹീ ഡു? വാട്ട് ഷുഡ് ബി ഡൺ? അവിടെ നിങ്ങളെ ഈ സിറ്റുവേഷനിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നത് ചോദിക്കുകയാണിത്. ഓക്കെ, സോ നാളെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിൻ്റെ ഡെഡ് ലൈൻ നാളെയാണ്, പക്ഷേ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഡാറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? മിസ്സിംഗ് ഡേറ്റ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പാനിക് ആൻഡ് ഡിലേ വർക്ക്. ടെൻഷൻ അടിച്ചിട്ട് അയ്യോ പറ്റിയില്ല ബഹളം വെച്ചിട്ട് വർക്കും നടക്കില്ല, ഒന്നും നടക്കില്ല, അങ്ങനെ ആകുക. എടാ, ഇഗ്നോർ മിസ്സിംഗ് ഡേറ്റയോ? നീ ശരിയല്ല, നിന്നെ എടാ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആവണ്ടേ? അപ്പം ഡേറ്റ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ ഡേറ്റ അവിടെ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഓവർകം ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? സോ നമ്മുടെ ഫ്രണ്ടിലുള്ള ടാസ്ക് എന്താണ്? നമുക്ക് നാളെ ഡെഡ് ലൈൻ ഉണ്ട്. സോ ആ ഡെഡ് ലൈനിൽ ഈ സംഭവം നമുക്ക് കംപ്ലീറ്റ്, നമ്മൾ ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം, അത് വിട്ടിട്ട് പോകാൻ പാടില്ല. ഉറപ്പല്ലേ? അപ്പോൾ ക്വിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി നോക്കി, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മളെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചില ചോദ്യങ്ങളെ കാണും. സോ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിനൊന്നും കറക്റ്റ് ആൻസേഴ്സ് ഇല്ല. സോ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇന്നതാണ്, വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ വേണ്ടിയതായിരിക്കും ആൻസർ, വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ വേണ്ടിയതായിരിക്കും. പിന്നെ ആയുഷിൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഡേറ്റ ഇഗ്നോർ ചെയ്യാമെന്നായിരിക്കും. സോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ്, ഇതിനൊന്നും പെർഫെക്റ്റ് ആൻസേഴ്സ് ഇല്ല. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾ അപ്പം മനസ്സിലാക്കും, ഓക്കെ നമ്മുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ വേണ്ട നമുക്ക് ഡേറ്റ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. കാരണം എന്താ? ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല. ഓക്കെ. 2, പാനിക് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ തന്നു, നിങ്ങളത് വിജയകരമായി പൂർത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല. ഇൻഫോം സൂപ്പർവൈസർ ആൻഡ് പ്രയോറിറ്റൈസ് അവൈലബിൾ വർക്ക്. സോ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് സൂപ്പർവൈസറോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹയർ അതോറിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. സോ ക്വിറ്റ് ദി ടാസ്ക്. ശരിയാണോ? അല്ല. ഇതും അതാണ്. യുവർ ടീംമേറ്റ് ഈസ് സ്ട്രെസ്ഡ് ഡ്യൂ ടു വർക്ക് ലോഡ്. വാട്ട് ഷുഡ് യു ഡു? നിങ്ങളുടെ ടീംമേറ്റിന് വർക്ക് ലോഡ് കാരണം ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ബി. എടാ നിങ്ങളെല്ലാം സത്യസന്ധത ആയതുകൊണ്ട് ബി എന്ന് പറയുമെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വേണ്ടതായിരിക്കത്തില്ല. ആണോ ഇല്ലയോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കുറച്ച് കുറ്റം പറയും. അതൊന്നുമല്ല. നോക്ക്, ഇതിൻ്റെ സൊല്യൂഷൻ ഓഫ് എ ഹെൽപ്പ് ആൻഡ് സജസ്റ്റ് പ്ലാനിങ്. നമ്മുടെ കൂട്ടത്തിലുള്ള ടീംമേറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരെയും കൂടെ കൈപിടിച്ച് ഉയർത്തുക, അല്ലെങ്കിൽ നമ്മളോടൊപ്പം എത്തിക്കുക എന്നതാണ്. ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വേണ്ട ക്വാളിറ്റി, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ അല്ലേ? സോ ഇവിടെ നോക്കി, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചത്. സോ എങ്ങനെ കണ്ടുപിടിക്കാം? 14 21 28 35 42 49 56 65. സോ ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. ഇത് നോക്കുമ്പം ഇത് നമ്മൾ ഡിഫറൻസ് എത്താ 7 ആണ്. ഇതോ 7 ആണ്. ഇതോ 7 ആണ്. 56ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ 63 കിട്ടേണ്ടത്. പക്ഷെ 65 അല്ലേ? ഇവിടുത്തെ +9 വന്നത്. അപ്പോൾ ഓഡ് ഔട്ട് ഏതാ? ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇത് നമ്മൾ മറ്റേ ബോർഡ് മാസ് അല്ലേ? സോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. -6 + 4 × 2 ആണ്. സോ ഇവിടെ ഓരോ സിമ്പിൾസിനും അതിൻ്റെ മീനിങ് എന്താണെന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. പ്ലസ് എന്ന് എവിടെ കണ്ടാലും അവിടെ ഇൻറ്റു ഇടണമെന്നും, മൈനസ് എവിടെ കണ്ടാലും അഡീഷൻ ഇടണമെന്നും, മൾട്ടിപ്ലിക്കേഷൻ എവിടെ കണ്ടാലും ഡിവിഷൻ ഇടണമെന്നും, ഡിവിഷൻ എവിടെ കണ്ടാലും സബ്ട്രാക്ഷൻ ഇടണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസിനെ എന്തായിട്ട് മാറ്റണം? പ്ലസ് ആയിട്ട് മാറ്റണം. അപ്പോൾ ഇത് പ്ലസ് ആവില്ലേ? സോ പ്ലസിനെ എന്തായിട്ട് മാറ്റണം? ഇൻറ്റു ആയിട്ട് മാറ്റണം. പിടികിട്ടിയോ? സോ ഇൻറ്റുവിനെ എന്തായിട്ട് മാറ്റണം? ഡിവിഷനായിട്ട് മാറ്റണം. പിടികിട്ടിയോ? അപ്പം 12 + 6 × 4 / 2. സോ ഇവിടെ നമ്മൾ ആദ്യം ഏത് ചെയ്യണം? അഡീഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ നമ്മൾ നോക്കുമ്പം ആദ്യം ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത്? ആണോ? ബോർഡ് മാസ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം, എന്നിട്ടേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ടേ അഡീഷൻ ചെയ്യാവൂ. അപ്പോൾ 4 / 2 എന്താ? 2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 12 + 6 × 2 എന്താ? 12 എന്ന് കിട്ടി. സോ ആൻസർ എന്താ? 24. ഓക്കെ. അപ്പം ഇന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉള്ളത് വല്ലതും ഉണ്ടോ? ഇത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് ഡൗട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെയാണ്. എടാ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് ക്ലിയർ ആവത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നോക്കാം. ഓക്കെയാണ്.
ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാം. സോ